മാവേലിക്കര നഗരവാസികളുടെ പതിറ്റാണ്ടുകളായുള്ള ആവശ്യത്തിന് പരിഹാരം. കല്ലുമല റെയിൽവേ മേൽപ്പാലം ഫെബ്രുവരി 5-ന് നാടിന് സമർപ്പിക്കും. കിഫ്ബിയിൽ 50.85 കോടി ചിലവഴിച്ചാണ് നിർമ്മാണം. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാന സർക്കാർ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 50.85 കോടി രൂപ ചെലവഴിച്ചാണ് കല്ലുമല റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നത്. മേൽപ്പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഫെബ്രുവരി 5-ന് നടക്കും. 2021 സംസ്ഥാന ബജറ്റിലാണ് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 38.22 കോടി രൂപ അനുവദിച്ചത്. RBDCK നിർമ്മാണ ചുമതല ഏറ്റെടുക്കുകയും സമയബന്ധിതമായ സ്ഥലം ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തു. പുതുക്കിയ അടങ്കൽ പ്രകാരം മേൽപ്പാലം നിർമ്മാണത്തിന് 10 കോടി രൂപ അധികമായി വേണ്ടിവന്നു. MS അരുൺകുമാർ MLA കിഫ്ബി അധികൃതരുമായി ചർച്ച നടത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ നവംബറിൽ കിഫ്ബി അധിക തുക ഉൾപ്പെടെ 48.33 കോടി രൂപ അനുവദിച്ചിരുന്നു. ഇതിൽ 10.69 കോടി രൂപ പദ്ധതിക്കായി ഭൂമി ഏറ്റെടുത്തതിന് നഷ്ടപരിഹാരമായി മാത്രം നൽകി. 2018 ഡൽഹി ഷെഡ്യൂൾഡ് റേറ്റ് അനുസരിച്ചാണ് 2021 പദ്ധതിക്കായി ഫണ്ട് അനുവദിച്ചത്. 2021 DSR പ്രകാരം തുക പുനർനിർണയിച്ചപ്പോഴാണ് തുക 50 കോടിയിലധികമായി ഉയർന്നത്. പിന്നീട് പദ്ധതിക്കായി ടെൻഡർ ക്ഷണിച്ചിരുന്നു. ഒരു കമ്പനി മാത്രമാണ് പങ്കെടുത്തുന്നതിനാൽ തുടർ നടപടികളിലേക്ക് കടന്നില്ല. രണ്ടാമത് ടെൻഡർ ചെയ്തപ്പോൾ 4 കരാറുകാർ പങ്കെടുത്തു. കുറഞ്ഞ തുക രേഖപ്പെടുത്തിയ ആളെ തീരുമാനിച്ചെങ്കിലും സമർപ്പിച്ച രേഖകളിലെ സാങ്കേതിക പിഴവ് മൂലം അംഗീകരിക്കപ്പെട്ടില്ല. കല്ലുമല മേൽപ്പാലം പദ്ധതിക്കായുള്ള 3ാമത്തെ ടെൻഡർ നടപടിയിലാണ് കരാർ ഏറ്റെടുക്കപ്പെട്ടത്. നിലവിൽ സ്ഥലം ഏറ്റെടുക്കൽ, യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ്, റെയിൽവേ ലൈനിന് മുകളിലൂടെയുള്ള ഭാഗത്ത് നിർമ്മാണമടക്കമുള്ള പ്രവൃത്തികളുടെ മുഴുവൻ തുകയും ചെലവാക്കുന്നത് കിഫ്ബിയാണ്. മാവേലിക്കരയുടെ വികസന ചരിത്രത്തിലെ നാഴികക്കല്ലാകും ഇതെന്ന് നാട്ടുകാർ പറയുന്നു. CDNet ന്യൂസ്, മാവേലിക്കര.